ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ ഈ ഒരു വീഡിയോയിലെ കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോൻ്റെ ബാക്കിയാട്ടോ. കോൺവെക്കേഷൻ ഇങ്ങനെ നേരെ പോയിട്ടുണ്ടായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിസ്സിൻ്റെ വീട്ടിലേക്കാട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, നമ്മളെ സുനിറ മിസ്സും കൂടി. നിങ്ങൾക്ക് ഈ പേരൊന്നും പറഞ്ഞാൽ അറിയില്ല എന്നറിയാം, എന്നാലും അവിടെ കിടക്കട്ടെ. നമ്മൾ പോയിട്ടുണ്ടായത് സെമിയ മിസ്സിൻ്റെ വീട്ടിലേക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ചായ, നല്ല അടിപൊളി ചായ കുടിച്ചിട്ടുണ്ടായിന്. ഈ ജിലേബിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ഉപ്പിലിട്ടതില്ലേ, ഇത് സുനിറ മിസ്സിൻ്റെ ഏട്ടൻ്റെ വൈഫ് ഉണ്ടാക്കി കൊടുത്തു വിട്ടതായിരുന്നു കേട്ടോ. പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. പിന്നെ രാത്രി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കഞ്ഞി മതി, അതുകൊണ്ട് നല്ല അടിപൊളി പയറുപ്പേരിയും ചെറുപയറുപ്പേരിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മീൻ പൊരിച്ചതൊക്കെ ഒരു രക്ഷയുണ്ടായിട്ടില്ല. ശരിക്കും എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അത്രക്കും ഒരുപാട് ചേഞ്ചും. ഇവർക്കില്ലേ ഏത് ടൈമും ഫോൺ വിളിച്ചാലും എടുക്കുന്ന ആൾക്കാരാട്ടോ. ഞാൻ എന്തിനും വിളിച്ചടങ്ങാറാക്കുന്ന കുറച്ച് പേരിലുള്ളതാണ് ഇവരൊക്കെ. എന്തിനും നട്ടപ്പൈരാക്കാണെങ്കിലും. പിന്നെ വേറൊരു മിസ്സുണ്ട്, എൻ്റെ മാനേജറായിട്ടുള്ള ആള് സൽമ മിസ്. ആള് ഞാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉടക്കാണെങ്കിലും പക്ഷെ ആളെടുത്തും ഞാൻ എന്തിനും പോയിട്ട് മുട്ടും കേട്ടോ. ചില ബന്ധങ്ങൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ഈ ഗിഫ്റ്റിലില്ലേ ഇവരുടെ സ്റ്റുഡൻസ് കൊടുത്തതായിരുന്നു കേട്ടോ. സുനിറ മിസ് നമ്മളെ സൈക്കോളജിയിലെ മെൻറ്ററും അതേപോലെ VKRൽ ട്യൂഷൻ എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം ആളെ സ്റ്റുഡൻസ് കൊടുത്തതെന്ന് അതിൻ്റെ അടുത്ത് സെമിയ മിസ്സിൻ്റെ സ്റ്റുഡൻറ്റ് കൊടുത്തതൊക്കെ ഉണ്ട് അവിടെ കിടക്കുന്നത്. സംഭവമില്ല, വേറെ ലെവലായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടില്ല. അതെന്താ വെച്ചാലേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിനെ പൊട്ടിക്കരുത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൊട്ടിക്കാണ്ട് നിന്നത്. പിന്നെ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ച സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കഞ്ഞിയുടെ ടേസ്റ്റ് വേറെ എന്തിനു കിട്ടാനാ. പിന്നെ പൂത്തിരിയും അതൊക്കെ കത്തിച്ച്. പക്ഷേ ഇല്ലേ അവിടെ കുറേ ടൈം നിന്നിട്ടുണ്ടായി. നമ്മൾ വൈകുന്നേരം പോയി, പിറ്റേന്ന് വൈകുന്നേരം വരെ അവിടെ നിന്ന്. പക്ഷേ ഇല്ലേ പെട്ടെന്ന് ആ ദിവസം കഴിഞ്ഞ പോലെ ഒന്നിനും സമയമില്ലാത്ത പോലെ ഇരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായേ. അങ്ങനെ രാത്രി ഇവിടെ കഴിഞ്ഞു. പിന്നെ പിറ്റേന്ന് രാവിലെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ കേട്ടോ ഞാൻ രാത്രി പത്തിരി കഴിക്കാൻ പോതിയുണ്ട്. എന്നിട്ട് പത്തിരിയും ചിക്കൻ കറിയും, അതും വറുത്തരച്ച ചിക്കൻ കറി. സംഭവമില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലേ എല്ലിനും മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലാട്ടോ. എല്ലേ കണ്ടങ്ങളെന്നെ കാണുന്നില്ലേ, നല്ല മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അത് ചില നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാവാം. ഞാൻ പറഞ്ഞു ബ്ലഡൊക്കെ ശുദ്ധീകരിക്കാനാണ് മഞ്ഞൾപ്പൊടിക്കായ ഒരു ഉപകാരം ഉണ്ടല്ലോ. പിന്നെ ഇവർ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞളാട്ടോ ഇവർ പൊടിക്കുകയും ചെയ്യുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സംഭവം മിസ്സും മിസ്സിൻ്റെ ഫാമിലിയൊക്കെ അടിപൊളിയാട്ടോ. അവരെ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ എനിക്കവർ ഞാൻ അവിടുന്ന് ചക്കയും കറിവേപ്പിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കറിവേപ്പിലിൻ്റെ തൈയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചക്കൻ്റെ പൂതി കേട്ടിട്ട് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് മിസ്സിൻ്റെ മോന് എവിടുന്നോ പറിച്ച് കൊണ്ടുവന്നതാട്ടോ. സംഭവം നല്ല ടേസ്റ്റ്. ഞാനിതാ കഴിച്ചു. നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. ഈ ഒരു ബീഫില്ലേ നമ്മളെ സുനിറ മിസ് ഉണ്ടാക്കിയതാട്ടോ. ഇതും പല നാട്ടിലെ പല ഫുഡും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയൊക്കെയല്ല. ഇപ്പം ഏകദേശം കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് ആൾക്കാരുണ്ട്. ഇവിടെ പോയാലും പെടൂല എന്ന് തന്നെ പറയാം. സംഭവമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിച്ച് ശരിക്കും ഈ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയതാ. ഇതില്ലേ മിസ്സിൻ്റെ ഉമ്മ കൊണ്ടുവന്നതാട്ടോ. അവരെ ചോറും എനിക്ക് ബിരിയാണി കഴിക്കാനൊന്നും പൂതി ഉണ്ടായില്ല. ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ല, എന്നെക്കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായത്. അന്നേരം എനിക്ക് നല്ല സാധാ ചോറൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് മിസ്സിൻ്റെ ഉമ്മ മിസ്സിൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ചോറും കറിയെന്നുള്ള. ഈ കറിയില്ലേ മോര് കറിയെന്നാണ് പറയുക, പക്ഷെ ഇത് മോര് കൊണ്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ. സംഭവം കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ നിന്ന് കറിവേപ്പിലൊക്കെ അടിച്ചു മാറ്റിയിട്ടാണ് പോയതെന്ന്. മാഷാ അല്ലാ, ആ കറിവേപ്പില തയ്യനെ കാണുന്നില്ല, അവിടെ എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ. പിന്നെ ആ കറിവേപ്പിലൊക്കെ പറിച്ച് പിന്നെ ചായയും കുടിച്ച് നമ്മൾ അവിടെ നിന്ന് നേരെ വിട്ടു. മിസ് ചെയ്യുന്നു കേട്ടോ, നമ്മളെ ബസ്സൊക്കെ കയറ്റിത്തരാനൊക്കെ വന്നിട്ടുണ്ടായത്. പക്ഷെ നല്ല ഒരുപാട് സന്തോഷമായി. അവിടെ നിന്ന് സമയം പോയതേ അറിഞ്ഞിട്ടില്ല. ഇനിയും കുറേ സമയം നിൽക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ കുട്ടികളൊന്നും കൂട്ടാണ്ടിരുന്നു കേട്ടോ പോയിട്ടുണ്ടായത്. അങ്ങനെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ